ഹലോ മക്കളെ, സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പൊ ടീച്ചർ വന്നിരിക്കുന്നത്. 4 മാർക്കിന്റെ ചോദ്യങ്ങൾ അല്ലെ, 6 മാർക്കിന്റെ ചോദ്യം എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ അല്ലെ. അതിനെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, എത്ര സമയം കൊടുക്കണം, എത്ര പേജ് എഴുതണം, എങ്ങനെ എഴുതണം, എന്തൊക്കെ എഴുതണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് മലയാളത്തിന്റെ ശ്രദ്ധിക്കേണ്ട പാഠഭാഗം അല്ലെങ്കിൽ ചോദ്യ രീതികളിൽ ഒന്ന് എന്ന് പറയുന്നതാണ് 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, 4 മാർക്കിന്റെ 5 ചോദ്യം നമുക്ക് എഴുതാനുണ്ടാവും. അപ്പൊ ഏകദേശം 20ഓളം മാർക്ക് അല്ലെ, 20ഓളം മാർക്കാണ് നമുക്ക് എവിടെ നഷ്ടപ്പെടുക, നമ്മളുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുക. 40 മാർക്കിൽ 20 മാർക്ക് പോയാൽ എത്രയായടാ, പകുതി മാർക്ക് പോയോ? അപ്പൊ പകുതിയോളം മാർക്ക് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നമ്മളുടെ ഷോർട്ട് എസ്സേ 4 മാർക്കിന്റെ ചോദ്യത്തിലാണ് നമുക്കുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടെ ഓരോ ചോദ്യവും, ഒരു ചോദ്യം വിട്ടുപോയാൽ 4 മാർക്ക് പോയോ, 2 ചോദ്യം വിട്ടുപോയാൽ 8 മാർക്ക് പോയോ. അപ്പോൾ ഈ 5 എണ്ണം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. അപ്പൊ 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് നമ്മൾ അരപ്പുറത്തിൽ അല്ലെ, ഇതൊരു പുറമാണ്, ഇതിന്റെ അരപ്പുറം അല്ലെ, ഇത്രയും ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ ചോദ്യം എന്താണെങ്കിലും അതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലെ. ആരെഴുതി, എന്തെഴുതി, എന്താണ് പാഠഭാഗം, പാഠഭാഗത്തിന്റെ സവിശേഷത എന്താണ് അല്ലെ, എഴുത്തുകാരന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ചെറിയ 1-2 സെന്റൻസിൽ എന്ത് ചെയ്യണം, നമ്മൾ ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ 4 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ കൊടുക്കണം. അതേപോലെ എന്താണ്, ഒരു മാക്സിമം അല്ലെ, നമുക്ക് 20 മാർക്കിന്റെ ചോദ്യമാണ്, 5 എണ്ണം എഴുതാനുണ്ട്. അപ്പൊ ഒരു മാക്സിമം എത്ര മിനിറ്റ് സമയമാണ്, മാക്സിമം ഒരു 8 മിനിറ്റ് സമയം. ഓക്കെ, എത്രയാണ്, 8 എന്ന് എഴുതിയത് വേറെന്തോ വന്നത്, 8 മിനിറ്റ് സമയമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാക്സിമം ഒരു ഷോർട്ട് എസ്സേ ചോദ്യം എഴുതാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. എത്ര മിനിറ്റ് ആണ്, 8 മിനിറ്റ് സമയം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളൊരു 5 ചോദ്യം എഴുതി കഴിയുമ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് സമയം നമ്മൾ എവിടെ കൊടുക്കേണ്ടി വരും, നമ്മൾ ഷോർട്ട് എസ്സേ എഴുതാൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം ഉണ്ടാവുക. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് ചോദ്യം. കണ്ടോ നിങ്ങള്. അപ്പൊ ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പ്രിയപ്പെട്ട വരിക്കമാവിലേക്ക് നോക്കി അല്ലെ, അതും ഈ പ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ സന്ദർഭത്തിൽ തെളിയുന്നത്, വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് അല്ലെ, 4 മാർക്കാണ് അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, കർഷകര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ചാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാർക്കോസിനോട് അല്ലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനീതി, ക്രൂരതകളൊക്കെ എന്താണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണ്ടത്ര കാർഷിക മികവുകളൊന്നും നൽകാതെ അല്ലെ, കൃഷി വകുപ്പിനൊന്നും നൽകാൻ സാധിക്കുന്നില്ല. പിന്നെ എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, കഷ്ടപ്പെട്ട് കർഷകർ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെ. കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ചെന്നാണ് ശേഷിയുള്ള വിത്തുകളോ കാർഷിക ഉപകരണങ്ങളോ ഉൽപ്പന്നങ്ങളോ ഒന്നും അവർ നൽകുന്നില്ല. പ്രകൃതി പോലും എന്ത് ചെയ്യുന്നു, പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വരികളിൽ കാണുന്നത്. ഒരു 4 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു 5-6 പോയിന്റുകളെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ എഴുതണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി, ഇത് പോയിന്റ് ആയിട്ടല്ല വിശദീകരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അത് എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 4 മാർക്ക് അല്ലെ. എന്താ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങള്: മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തിടത്ത് സുരക്ഷിതമായി നിന്ന് വിരലൊന്ന് നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരുന്നത്. നനയാത്ത മഴ പ്രിയയേസ് എഴുതിയ ഓർമ്മക്കുറിപ്പാണ്. നനഞ്ഞ മഴയേക്കാൾ നനയാത്ത മഴയാണ് എഴുത്തുകാരിയെ സ്വാധീനിച്ചത്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. അപ്പൊ മഴ നനയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടും മഴയുടെ കൂട്ടുകാരിയെ ആര് മാറുകയാണ്, ഇവിടെ എഴുത്തുകാരി അല്ലെ മാറുകയാണ് അല്ലെ. അസുഖം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മഴയത്തൊന്നും നടക്കാനോ ഇറങ്ങാനൊന്നും പറ്റില്ല അല്ലെ. എന്നിട്ടും എന്ത് ചെയ്യണോ, മഴയുടെ കൂട്ടുകാരിയായി മാറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണോ, പൂമുഖത്ത് മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് അതിനെങ്ങനെ നീട്ടിത്തൊട്ട് അല്ലെ. ദേഹത്തൊന്നും നനയാൻ പറ്റില്ലല്ലോ, തലയൊന്നും നനഞ്ഞുകൂടും. അപ്പൊ എഴുത്തുകാരുടെ വിചാരം തല നനഞ്ഞാൽ മാത്രമേ പനി വരൂ എന്നുള്ളതാണ്, അസുഖം ബാധിക്കും എന്നുള്ളതാണ്. പക്ഷെ മഴയുടെ തണുപ്പും കാറ്റുമൊക്കെ അടിക്കുമ്പോൾ തന്നെ അസുഖം വരും അല്ലെ, അസുഖമുള്ള ആളുകൾക്ക്, തണുപ്പൊന്നും പറ്റാത്ത ആളുകൾക്ക്. അപ്പൊ അത് നീട്ടിത്തൊട്ടാണ് അനുഭവിച്ചിരുന്നതെന്ന് പറയുന്നു അല്ലെ. മഴയുടെ സൗന്ദര്യത്തെ എന്താണ്, വാക്കുകളിലൂടെ എന്ത് ചെയ്യാണ്, ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, മഴത്തുള്ളിയുടെ അല്ലെ വെള്ളി നൂലുകളായിട്ട് അല്ലെ, മഴ ഇങ്ങനെ പെയ്യുന്നതിന്റെ തോരണം തൂക്കിയതുപോലെ വെള്ളി നൂലുകളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, എഴുത്തുകാരി അവതരിപ്പിക്കുന്നു. അതേപോലെ നിലത്ത് പതിക്കുന്ന മഴ എന്താണ്, പവിഴമല്ലി പൂക്കളോട് ഉപമിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഓണക്കാലത്തെ മഴയോർമ്മകൾ, ഇങ്ങനെ മഴയുമായി ബന്ധപ്പെടുന്ന ഓർമ്മകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണോ,
പറയുന്നുണ്ട്. കാരണം മറ്റ് സന്ദർഭങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴാണ് നമുക്ക് ഇതിന്റെ 4 മാർക്ക് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ കമന്റ് ചെയ്യണേ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാം, അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ടീച്ചർ അയച്ചു തരാം കേട്ടോ. ഇടാം, ചാനലിലിടാം. അപ്പൊ എല്ലാവരും അടിപൊളി അയച്ചിരിക്കുക, സൂപ്പർ ആയിട്ടിരിക്കുക. മറന്നു പോകരുത്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കണം. ലൈവുകളുണ്ട്, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവുകളിൽ കാണാം കേട്ടോ. ബൈ.